1 കപ്പ് ചവ്വരി, ആ കപ്പളവിൽ തന്നെ കടലപ്പരിപ്പ്, ഉഴുന്ന്, 2 കപ്പ് പച്ചരിയും ചേർത്ത് നല്ലതുപോലെ വാഷ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് 1 ടീസ്പൂൺ ഉലുവയും ചേർത്ത് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഒരു ലൂസ് കൺസിസ്റ്റൻസി. വീണ്ടും അടച്ചു വെച്ച് 12 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് പൊന്തി വരും. അതായത് വൈകുന്നേരം അരച്ചിട്ട് രാവിലെ ചുട്ടെടുക്കാം. ചവ്വരിക്ക് സവ്വരി എന്ന് പറയാറുണ്ട്, ടാപ്പിയോക്ക പോൾസ്. അപ്പോൾ ഞാൻ ആ ദോശമാവ് കൊണ്ട് കുട്ടി ദോശ, വലിയ ദോശ, നെയ് റോസ്റ്റും ചെയ്തെടുത്തു. നല്ലൊരു വാസനയാണ് ഈ ദോശയ്ക്ക്. ബബിൾസ് ഇങ്ങനെ വന്നിട്ട് പൊട്ടിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഒരു ചട്നി ചെയ്തെടുക്കണം. ചട്നിക്കുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഇത് എല്ലാം കൂടി ഒരു മിക്സി ജാറിലേക്ക് മാറ്റി ആവശ്യത്തിനൊപ്പം 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ താളിപ്പിനുള്ള ഉള്ളിയും വേപ്പിലയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതരിഞ്ഞെടുത്ത് താളിപ്പ് റെഡിയായി വരുമ്പോഴേക്കും അരച്ചതൊരു ബൗളിലേക്ക് മാറ്റി താളിപ്പ് ഇട്ട് വരുമ്പോഴേക്കും നമ്മുടെ ചട്നി റെഡിയായി കിട്ടും. ഡയജഷനും ഡയബറ്റിക്കിനും ചവ്വരി നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ടേസ്റ്റി ആയിട്ടുള്ള ദോശ ചെയ്തെടുത്ത് എൻജോയ്.